ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആൻ പാരായണം ധാരാളം വർദ്ധിപ്പിക്കേണ്ട പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണല്ലോ വിശുദ്ധ റമദാൻ. റമദാനിൽ മാത്രമല്ല, റമദാൻ കഴിഞ്ഞാലും ഖുർആൻ ധാരാളം നാം ഓതിക്കൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്കറിയാം. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ, അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒറ്റ അക്ഷരം ഓതിയാൽ, ഒരു ആയത്തല്ല, ഒരു വാചകമല്ല, ഒരു അക്ഷരം ഓതിയാൽ ഫലഹു ബിഹി ഹസന, അവൻക്കതിനാൽ ഒരു ഹസനത്ത് നൽകപ്പെടും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് 19 അക്ഷരമാണെങ്കിൽ 19 ഹസനത്ത് നൽകപ്പെടും. എന്നിട്ട് വൽ ഹസനത്ത് ബിഅശ്രി അംസാലി, ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാൽ 10 ഇരട്ടിയാണ്. അപ്പൊ ഒറ്റ അക്ഷരത്തിന് 10 ഇരട്ടിയായിട്ട് ഹസനത്ത് നൽകപ്പെടും. അപ്പൊ ഒരു 19 അക്ഷരമാകുന്ന ബിസ്മി ഓതിയാൽ അവൻക്ക് അതിന്റെ 10 കൊണ്ട് ഗുണിച്ച സംഖ്യ എത്ര? 190 ഹസനത്ത് അവൻക്ക് എഴുതപ്പെടും. അപ്പൊ ഒരു വരി ഓതിയാലാണത്. അപ്പോ നാം ഒരു പേജും 2 പേജും ഇങ്ങനെ ധാരാളം ഓതുകയാണെങ്കിൽ ഓരോ അക്ഷരത്തിനും 10 ഇരട്ടി പ്രതിഫലമുള്ള ഓരോ ഹസനത്ത് എഴുതപ്പെടുന്നതാണ്. എന്നിട്ട് തിരുനബി തങ്ങൾ പറയുന്നു, ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. അലിഫ് ലാം മീം എന്നത് മൊത്തത്തിൽ ഒരു അക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ, ആ എന്ന് പറയുന്നത് ഒരു അക്ഷരമാണ്. വലാമുൻ ഹർഫുൻ, ലാ എന്ന് പറയുന്നത് ഒരു അക്ഷരമാണ്. വമീമുൻ ഹർഫുൻ, മാ എന്ന് പറയുന്നത് ഒരു അക്ഷരമാണ്. ഇങ്ങനെ അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ ആ ലി ഫ് 3 അക്ഷരമായി. അലിഫ് ലാം 3 അക്ഷരം കൊണ്ട് അതിൽ അലിഫ് ലാം മീം അടക്കം മീം എന്ന് പറയുമ്പോൾ 3 അക്ഷരമുണ്ട്. അപ്പോൾ 9 അക്ഷരം പറഞ്ഞു. ഓരോ അക്ഷരത്തിനും 10 ഇരട്ടി പ്രതിഫലമുള്ള ഒരു ഹസനത്ത് എഴുതപ്പെടുമ്പോൾ 9 അക്ഷരത്തിന് 90 ഹസനത്താണ് എഴുതപ്പെടുക. അത്രയും വലിയ പ്രതിഫലമുള്ള കർമ്മമാണ് ഖുർആൻ പാരായണം ചെയ്യുക എന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്തെ നമുക്ക് അതൊക്കെ ഓതാൻ കഴിയൂ. മരിച്ചതിന് ശേഷം രണ്ടാമതൊരു പുനർജീവിതം വന്ന് ഭൂമിയിലേക്ക് മടക്കപ്പെട്ടെങ്കിൽ ഞാൻ ഓതുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നമ്മുടെ ദറജ വർദ്ധിക്കണമെങ്കിൽ, സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കണമെങ്കിൽ, നമ്മുടെ ദോഷങ്ങൾ പൊറുക്കണമെങ്കിൽ നാം ധാരാളം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് മനസ്സിലാക്കുക. വിശുദ്ധമായ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നവർ, വഅഖാമുസ്സലാത്ത, നിസ്കാരം നിലനിർത്തുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ, നാം നൽകിയതിൽ നിന്നും പരസ്യമായും രഹസ്യമായും ദാനങ്ങൾ ചെയ്യുന്നവർ. നമുക്ക് എന്താണോ കഴിയുന്നത് അത് നാം ദാനം ചെയ്യാൻ ശ്രമിക്കണം. ദാനം ചെയ്യുന്നവർ 3 കാര്യമാണ് പറഞ്ഞത്. ഖുർആൻ പാരായണം ചെയ്യുന്നവർ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ, അവർക്ക് നാം നൽകിയ ഇതിൽ നിന്നും രഹസ്യമായും പരസ്യമായും ദാനം ചെയ്യുന്നവർ. യർജൂന തിജാറത്തൻ ലൻ തബൂർ, നശിക്കാത്ത കച്ചവടമാണ് അവർ പ്രതീക്ഷിക്കുന്നത്, അവർ നിർവഹിക്കുന്നത് എന്ന് ഖുർആനിൽ അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പുണ്യങ്ങൾ ഖുർആൻ പാരായണത്തിനുണ്ട്. നശിക്കാത്ത, നഷ്ടമില്ലാത്ത കച്ചവടമാണെന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബി, നിങ്ങൾ ഖുർആൻ ധാരാളം ഓതണം. കാരണം ഖുർആൻ ഓതുന്നവർക്ക് ഖുർആൻ ശുപാർശയായി ഖബറിൽ വരും, നാളെ മഹ്ശറയിൽ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുപോലെ നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇഖ്റഉസ്സഹ്റാവൈനി, 2 ശോഭയുള്ള 2 സൂറത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യണം. അൽ ബഖറ വ സൂറത്ത് ആലു ഇംറാൻ, ഈ 2 സൂറത്തുകൾ. ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമത്തി കഅന്നഹുമാ ഗമാമത്താനി ഔ കഅന്നഹാമാ ഫിർഖത്താനി മിൻ തൈരിൻ സവാഫ് തഹാജ്ജാനി അൻ അസ്ഹാബിഹിമാ, 2 മേഘം പോലെ അത് നമ്മുടെ അരികിലേക്ക് വരികയും നമുക്ക് വേണ്ടി, നമ്മെ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനോട് പറയുകയും വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി.
അവിടെ നിന്ന് പറഞ്ഞ് ഇഖ്റഊ സൂറത്തുൽ ബഖറ, നമുക്ക് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹുവിനോട് തർക്കിക്കുന്നതാണ് എന്നർത്ഥം. നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതുക. ഫഇന്ന അഖ്ദഹ ബറക, അത് പിടിക്കൽ ബറക്കത്താണ്. വതർക്കഹ ഹസ്റ, അത് ഉപേക്ഷിക്കൽ നാശമാണ്. വലാ തസ്തതിഉഹൽ ബതല, നാശകാരികളും അതിന് സാധിക്കാത്തതാണ്. നാശകാരികൾക്കും അതുപോലെ സാഹിറന്മാർക്കും അത് ഓതാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ധാരാളം ഖുർആൻ പാരായണത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അല്ലദീ യഖ്റഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി, നല്ല പഠിച്ച് ഓതുന്ന ഒരാൾ, മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, ഉന്നതമായ മഹാത്മാക്കളെ കൂടെയായിരിക്കും അവൻ. വല്ലദീ യഖ്റഉൽ ഖുർആന വഹുവ അലൈഹി ഷാഖുൻ ലഹു അജ്റാൻ, ഒരാൾക്ക് ഖുർആൻ സാവകാശം ഇങ്ങനെ വല്ല ഓതുള്ളൂ, ഓരോ അക്ഷരങ്ങൾ നോക്കി ക്ലിയറാക്കി ഇങ്ങനെ ഓതും എങ്കിൽ അവൻക്ക് 2 പ്രതിഫലമുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മഹാന്മാര് ഖത്മ് ഓതുക എന്നവരായിരുന്നു. ചില മഹാന്മാര് ആഴ്ചയിൽ ഖത്മ് തീർക്കുന്നവരുണ്ട്. അതുപോലെ ളുഹറിന് അസറിന് ഇടയിൽ ഖത്മ് തീർത്ത മഹാന്മാരുണ്ട്. മഗ്രിബിന് ഇശാഇന് ഇടയിൽ ഖത്മ് തീർത്തു എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു മഹാന്മാരിൽ നിന്നും ഉദ്ധരിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച തുടങ്ങി അടുത്ത വ്യാഴാഴ്ചയാകുമ്പോഴത്തിന് ഖത്മ് തീർക്കുന്നവരുണ്ട്. ഇങ്ങനെ വിവിധ രീതിയിൽ ഖത്മ് ഓതിയ മഹാന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കാറിൽ പറയുന്നു. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു റമളാനിൽ ഓരോ ദിവസവും 2 ഖത്മ് വീതം തീർക്കുമായിരുന്നു. അതിങ്ങനെ വലിയ വലിയ മഹാന്മാർ, വലിയ വലിയ ഖുർആൻ പാരായകരായിരുന്നു. അതുകൊണ്ട് നാം ധാരാളം പാരായണം ചെയ്യുക, അത് വലിയ പുണ്യമാണ്. അള്ളാഹുവിലേക്ക് വിജയിക്കണമെങ്കിൽ ഖുർആനോദി വിജയിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് ഈ പരിശുദ്ധ റമളാനിൽ 2 or 3 ഖത്മുകളൊക്കെ തീർക്കാനുള്ള ശ്രമം എല്ലാവരും നടത്തണമെന്ന് എന്നോടും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും. ഇനി 10 ഖത്മൊക്കെ തീർക്കുന്നവരുണ്ടാകൂട്ടോ, അതുപോലെ തോന ഖത്മുകൾ ഓതുന്നവരുണ്ടാകും. അങ്ങനെയൊക്കെ ഓതാം. കഴിയുന്നവരൊക്കെ തെറ്റാതെ ഓതി ധാരാളം ഖത്മുകൾ തീർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.